ഹായ് ഫ്രണ്ട്സ്. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാ മീഡിയകളിനകത്തും ഈ യങ്സ്റ്റേഴ്സും കുട്ടികളുടെയും ക്രൈംസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ഈ ക്രൈംസൊക്കെ അന്വേഷിക്കാൻ പോകുന്ന വ്യക്തികളിൽ ആ ക്രൈംസ് എന്തുകൊണ്ടുണ്ടാവുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ അന്വേഷിക്കാറില്ല. പിന്നെ ഇത് ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ കഴിവതും ആ ഡ്രഗ്സ് എന്നുള്ള ഒരു പ്രശ്നമാണ് ഇതിൻ്റെ ഉള്ളതെന്ന് ബാക്കിൽ കാണിക്കാനും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് വിലക്കുകളുണ്ട് ഒരു പരിധി വരെ. കാരണം അത് സർക്കാരിനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെല്ലാം അതൊരു ഡ്രഗ് ബേസ് ചെയ്തിട്ടാണ് ആ ക്രൈംസ് ഒക്കെ ഉണ്ടാവുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള രീതിയിൽ അവരും അത് കവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊരു ഒരു പരിധിവരെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. യാതൊരു കാരണവശാലും ഇങ്ങനെയുള്ള ക്രൈംസിൽ നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നും ഒന്ന് ആ കുട്ടികളെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ അകറ്റി നിർത്തി വേറെ രീതിയിൽ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഒരു ആക്ടിവിറ്റീസും ഗവൺമെൻറ്റിൽ നിന്ന് 100% ട്രാൻസ്പെറൻസിയോടുകൂടി കിട്ടില്ല എന്നുള്ളത് ഉറപ്പിക്കുക. കാരണം ഈ ഗവൺമെൻറ് എല്ലാം ഭരിക്കുന്നത് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ തന്നെ ആയിരിക്കും. അപ്പം അവരിൽ ആൾക്കാർ തന്നെ ഇതിൻ്റെ അകത്ത് ക്രൈംസ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ അവരാണ് ഇതിനകത്തുള്ള മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഈ പറയുന്ന നിലനിൽപ്പിൻ്റെ പ്രശ്നങ്ങളായിട്ട് വരും. അപ്പോൾ അവരെയൊക്കെ നമുക്ക് മാറ്റി നിർത്താം. നമുക്ക് നമ്മളുടെ കുട്ടികളുടെ ഫ്യൂച്ചർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഈ ഇന്നത്തെ കുട്ടികളെല്ലാം ഒരു ഇമാജിനറി വേൾഡിലാണ് ജീവിക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ച് ഫോക്കസ് ഒന്നുമില്ല, ലക്ഷ്യങ്ങളൊന്നും വരുന്നില്ല. എന്തുകൊണ്ട്? അതായത് സ്കൂളിൽ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തികൾ യാതൊരു കാരണവശാലും ഇവരെ മോൾഡ് ചെയ്ത് എടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു ശരിക്കും ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കോച്ചിങ് കൊടുക്കുക, അങ്ങനെയുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും ടീച്ചേഴ്സിനില്ല. ഇന്ന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ഒരു ജില്ലയിലെ ഒരു എയ്ഡഡ് സ്കൂളിലെ ഒരു ടീച്ചർ എന്ന് പറയുന്നത്, ആ ടീച്ചറിന് എയ്ഡഡ് സ്കൂളിലെ ഒരു ഹൈസ്കൂളിലെ ടീച്ചറിന് ഒരു ജോലി കിട്ടാൻ വേണ്ടി ആ സ്കൂളിൽ ഒന്നും രണ്ടും അല്ല 60 ലക്ഷം രൂപ വരെയാണ് ഈ പറയുന്ന എയ്ഡഡ് സ്കൂളിലെ മാനേജ്മെൻറ്റ് ക്യാപിറ്റേഷൻ ഫീ ആയിട്ട് അല്ലെങ്കിൽ കൈക്കൂലിയായിട്ട് മേടിക്കുന്നത്. അപ്പോൾ 60 ലക്ഷത്തോളം രൂപ കൊടുത്തിട്ട് ഈ 43,000 മുതൽ 85,000 രൂപ അല്ലെങ്കിൽ 90,000 രൂപയ്ക്ക് ഇടയ്ക്കുള്ള ഒരു സാലറി സ്ട്രക്ചറിൽ ഒരു ടീച്ചർ വന്ന് അവരുടെ ക്വാളിഫിക്കേഷനൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് മാത്രമല്ലേ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ഈ പറയുന്ന ഇത്രയും വലിയൊരു എമൗണ്ട്, ഓൾമോസ്റ്റ് ഒരു 60 ലക്ഷം രൂപയാണ്. അപ്പം നിങ്ങൾ നോക്കുക, അതിപ്പോൾ ഒരു ടീച്ചർ ഏത് ഇതായിരുന്നാലും 60 ലക്ഷം രൂപയോളം സ്പെൻഡ് ചെയ്തിട്ടാണ് ഇവർ ഇതിൽ വരുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ അകത്തുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും ഉണ്ടാവത്തില്ല. അവർക്ക് സാലറി ബേസ് ചെയ്തിട്ട് മാത്രമാണ് നിൽക്കുന്നത്, ഒരു സെക്യൂർഡ് ജോബ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. പക്ഷേ ഇവർക്കൊന്നും പി എസ് സി ആയിട്ടൊന്നും ഒരു ബന്ധമില്ല. കാരണം ഇത് കൊടുത്തു, കൈക്കൂലി കൊടുത്തു, കയറുന്നു. അത് വലിയൊരു എമൗണ്ട് തന്നെ. അപ്പോൾ അവർക്ക് കുട്ടികളുമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റും ഒരു പരിധിവരെയുള്ള ടീച്ചേഴ്സിന് ഉണ്ടാവത്തില്ലെന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പക്ഷേ നമ്മൾ പേരൻസ് എന്നുള്ളൊരു സംഭവം അതിൻ്റെ അകത്താണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പേരൻറ്റിങ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കുട്ടികളെ ഇമാജിനറി വേൾഡിൽ, അതായത് സാങ്കല്പികമായിട്ട് ലോകത്ത് ജീവിക്കുന്ന ഈ കുട്ടികൾക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം മാത്രമാണ്. ആ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവരെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുതൽ ഇവരെ ഒരു ഫോക്കസിലോട്ട് കൊണ്ടെത്തിക്കാൻ വേണ്ടിയുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് വരിക. നമ്മൾ നോക്കുക, ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇതിൽ നിങ്ങൾ ഓരോരുത്തരും എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് NGOs, അതായത് സംഘടനകൾ, സൊസൈറ്റികളും ട്രസ്റ്റുകളും അങ്ങനെ സെക്ഷൻ എ കമ്പനികളും 25 ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് കുറേ സംഘടനകളുണ്ടാവും. ഈ സംഘടനകളിൽ അത് മതപരമായിട്ടുള്ള സംഘടനയുണ്ട്, ജാതിപരമായിട്ടുള്ള സംഘടനകളുണ്ട്, അല്ല സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ട്, മനുഷ്യാവകാശ സംഘടനകളുണ്ട്. ഇങ്ങനെ സംഘടനകളുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് 90% സംഘടനകളും ഈ പറയുന്ന ആക്ടിവിറ്റീസിലൊന്നും ഇടപെടുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാംസ് എങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും. പക്ഷേ സംഘടനകളുടെ അകത്ത് മേജറായിട്ടുള്ള സംഘടനകൾ എന്ന് പറയുന്നത് അവർക്ക് അവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നടത്തുക, അല്ലെങ്കിൽ ഒരു എന്തുവാ ഈ ചെയർമാൻ അല്ലെങ്കിൽ മറ്റുള്ള അല്ലെങ്കിൽ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടിയുള്ള കുറേ ആക്ടിവിറ്റീസ് ഒന്നും അവരത് ചെയ്യാറില്ല. എന്നാൽ 10% ആൾക്കാർ സംഘടനകളുണ്ട്. അവർക്ക് ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് അവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും, അവർ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ഓരോരുത്തരെ തിരിച്ചു വിടുന്നുണ്ട്, അവർ സോഷ്യൽ സർവീസ് ഒക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചെയ്യുന്ന ആൾക്കാരും ഇതിൻ്റെ അകത്ത് ഉണ്ട്. എന്നാൽ ഇതില്ലാത്തവരെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ചില സംഘടനകളുടെ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ അവരുടെ സംഘടന ഭാരവാഹികൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അതിനെക്കുറിച്ചുള്ള നോളജ് ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അതിനുള്ള അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ആ അവയർനെസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ, പരസ്പരം ഷെയർ ചെയ്തിട്ട് എടുക്കാം. പക്ഷേ ഏത് കമ്മ്യൂണിറ്റി ആയിരുന്നാലും ഈ സംഘടനകൾ എന്ന് പറയുന്നത് അവർക്ക് അവരുടെ കമ്മ്യൂണിറ്റി ബേസ് ആയിട്ടായാലും കുഴപ്പമില്ല. പക്ഷെ അവരുടെ മതമോ ജാതിയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊന്നും വളർത്താതെ 7ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കെല്ലാം ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോവുക
എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ കുട്ടികൾ ഈ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവരെല്ലാം ഒരേ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും. കാരണം എനിക്ക് ഈ പറയുന്ന വിദ്യാഭ്യാസം കൊണ്ടും അതേപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള മൂല്യങ്ങൾ വളർത്തേണ്ടത് ആവശ്യമാണെന്നും അതേപോലെ തന്നെ എനിക്ക് എന്താണ് ഗോൾ സെറ്റ് ചെയ്യേണ്ടത്, ഞാൻ എന്തിനാണ് മുമ്പോട്ട് പോകേണ്ടത്, എവിടെ ചെന്നാണ് ഇടിച്ച് നിൽക്കാൻ പോകുന്നത്, അതിൽ നിന്ന് എനിക്ക് ഗൈഡൻസ് ആരാ തരുന്നത്, എന്ത് ചെയ്യണം. കാരണം ഒരു പേരൻസിന് ഒരു പരിധിവരെ ഗൈഡൻസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ കാരണം എന്ന് അറിയോ, ചില പേരൻസ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കാവസ്ഥയിലായിരിക്കും, ചില പേരൻസ് മുന്നോക്കാവസ്ഥയിലായിരിക്കും. ചില ആൾക്കാർ ചില പേരൻസ് എടുക്കുവാണെങ്കിൽ ഭയങ്കര ടെൻഷനിലുള്ള ജോലിയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കമ്മ്യൂണിറ്റി ബേസ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെയുള്ള സംഘടനകളും അതേപോലെ തന്നെ നമ്മളായിട്ട് പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന കമ്മ്യൂണിറ്റികളും ഒക്കെ ചേർന്നിട്ട് ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ചെയ്തു കൊടുക്കുക എന്നുള്ളതും അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതത്തിൽ അവർക്ക് മുമ്പോട്ട് ജീവിതത്തിൽ ഒരു അത് വിദ്യാഭ്യാസപരമായിട്ടും അതേപോലെ തന്നെ തൊഴിൽപരമായിട്ടും മുമ്പോട്ട് പോകാൻ വേണ്ടിയുള്ള റോള് സെറ്റ് ചെയ്യുക, അവരുടെ ടേസ്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കുക, അതിനു വേണ്ടിയുള്ള സപ്പോർട്ട് ചെയ്തു കൊടുക്കുക, അവരെ എത്രത്തോളം ഉയരത്തിൽ ഇത് കൊണ്ടുപോകാം എന്നുള്ളൊരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ആക്ടിവിറ്റീസും ക്രൈംസും എല്ലാം കുറയും. കഴിഞ്ഞ ഒരു 2 ദശാബ്ദ കാലമായിട്ട് ഞാൻ എറണാകുളത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥാപനം ഇട്ടിട്ട് എൻ്റർപ്രണൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ ലോൺസിന് വേണ്ടിയുള്ള, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെക്കുറിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതിന് വേണ്ടിയുള്ള ക്ലാസ് എടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിവൈൻ എൻ്റർപ്രണർ അറ്റ് ദ ഏജ് ഓഫ് 90 എന്ന് പറഞ്ഞ് ആമസോണിലൊക്കെ ബുക്കും ഉണ്ട്. അത് ഞാൻ എഴുതിയിട്ടെന്ന് പറഞ്ഞാൽ അത് എക്സ്പീരിയൻസ് കൊണ്ട് എഴുതിയതാണ്. കാരണം ഒരു എൻ്റർപ്രണർ എന്ന് പറയുന്ന രീതിയിൽ ഒരാൾ ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് ജോലി കൊടുക്കുന്ന 2 പേരും കൂടെ ചേർന്ന് വരുമ്പോൾ ആ 3 കുടുംബങ്ങൾ വേറൊന്നും ചിന്തിക്കാതെ വരുമാനത്തിനോട്ട് മുമ്പോട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അത്രയും കുടുംബത്തിൽ ആ 3 പേരുടെയും ക്രൈംസ് ഇല്ലാതാവുകയാണ്. അതേ രീതിയിൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടതാണ് അവരുടെ മക്കളും ഒക്കെ ശരിക്കും. അപ്പോൾ ആ മക്കളെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് 7th സ്റ്റാൻഡേർഡ് മുതൽ, കാരണം 7th സ്റ്റാൻഡേർഡ് മുതലാണ് ഈ കുട്ടികളുടെ മാനസികാവസ്ഥയിൽ മാറ്റങ്ങളെല്ലാം വരുന്നതും ഇൻഫ്ലുവൻസും എക്സ്റ്റേണൽ ആയിട്ടുള്ള, അതായത് പുറമേ നിന്നുള്ള സ്വാധീനം വരുന്നതും എല്ലാം ഈ 7th സ്റ്റാൻഡേർഡിലാണ് ചേഞ്ച് ആവുന്നത്. 7th സ്റ്റാൻഡേർഡ് ആകുമ്പോഴത്തേക്ക് ഇവർ പിന്നെ അങ്ങോട്ട് മാറുന്നത്, ഇപ്പം അതിലും താഴെ ഉണ്ടെന്ന് പറയാം. കാരണം മൊബൈലും AI ടൂളും ഒക്കെ വന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന 2nd സ്റ്റാൻഡേർഡും 3rd സ്റ്റാൻഡേർഡും ഒക്കെ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി. ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ പോട്ട് കിൻഡർ ഗാർഡനിൽ UKG പഠിക്കുന്ന കുട്ടികൾ പറയും അവൻ എൻ്റെ ലവറാണ്, അവൾ എൻ്റെ ലവറാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് പോലും ഇങ്ങനെ മൂക്കത്ത് കൈവച്ചുകൊണ്ടിരിക്കും. അയ്യോ, ഇത്രയും ഈ പറയുന്ന 5-5.5 വയസ്സുള്ള കുട്ടി ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നോ എന്നൊക്കെയാണ് സംസാരിച്ചത്. കാരണം അത് അവർക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങളും അതേപോലെ തന്നെ അവർക്ക് കിട്ടുന്ന സൊസൈറ്റിയിൽ നിന്നുള്ള ഈ പറയുന്ന ഇൻഫ്ലുവൻസുകളും. ആ ഇൻഫ്ലുവൻസ് പറയുമ്പോൾ അതിൻ്റെ അകത്ത് മൊബൈലുണ്ട്, പിന്നെ സോഷ്യൽ മീഡിയ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പേരൻസിൻ്റെ അറ്റൻഷൻ ഇല്ലാതിരിക്കുക, ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന കുട്ടികൾക്ക്, ആൺകുട്ടികളായാലും പെൺകുട്ടികൾക്കായാലും, അവർക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി ഇന്നതൊക്കെ ചെയ്യാൻ പാടില്ല, പക്ഷെ ഇന്നതൊക്കെ ചെയ്ത് എനിക്കൊരു സെറ്റ് എത്തണം. എക്സാമ്പിൾ പറയുന്നത് സിമ്പിളായിട്ട് ഞാൻ പറയുന്നു. ഒരു കുട്ടി വിചാരിക്കുന്നു, ഒരു കുട്ടിയെ നമ്മൾ മോൾഡ് ചെയ്തിട്ട് പറയും, കൊച്ചിലെ 7ാം ക്ലാസ് മുതൽ പറയുക, നിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിനക്ക് ഒരു സിവിൽ സർവീസിൻ്റെ എക്സാം എഴുതാൻ പോകണം. ആ സിവിൽ സർവീസിൻ്റെ എക്സാം എഴുതാൻ പോവുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു 15-15.5 ലക്ഷത്തോളം ആൾക്കാരാണ് സിവിൽ സർവീസിൻ്റെ എക്സാമിനേഷന് പ്രിലിമിനറിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അതിൻ്റെ അകത്തൊരു 15 ലക്ഷത്തോളം പേര് സിവിൽ സർവീസിൻ്റെ എക്സാമിനേഷന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്ത് അത് എക്സാം എഴുതും. അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 4-4.25 ലക്ഷം പേരാണ് പ്രിലിമിനറി കിട്ടുന്നത്. പ്രിലിമിനറി കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഫൈനലിലോട്ട് പോകും. അപ്പോൾ അതിലൊരു 4 ലക്ഷത്തോളം പേര് ഫൈനൽ എഴുതിയിരുന്നാലും ഒരു 10,000-12,000 രൂപ ഇതിൽ താഴെ ആൾക്കാർക്ക് മാത്രമേ ഇത് കിട്ടാറുള്ളൂ. അത് കഴിഞ്ഞ ശേഷം അതിൽ നിന്നും സ്കൂട്ടനൈസ് ചെയ്ത് ഇൻ്റർവ്യൂവും അതിൻ്റെ കടമകളെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു 1400 പേർക്ക് മാത്രമേ ഈ സിവിൽ സർവീസ് എന്നുള്ളൊരു ഇതിൽ അവർക്കൊരു പോസ്റ്റിംഗ് കിട്ടുന്നുള്ളൂ. കാരണം വ്യത്യസ്തമായിട്ടുള്ള അത് കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് അവരുടെ ട്രെയിനിങ് കഴിയുമ്പോഴത്തേക്കും അവരുടെ കാലിബറും അവരുടെ സ്കില്ലും അവരുടെ മാർക്കും അവരുടെ ഡിസിപ്ലിനും എല്ലാം കൺസിഡർ ചെയ്തിട്ട് അത് IAS ആവാം, IPS ആവാം, IFS ആവാം, അല്ലെങ്കിൽ IRS ആവാം, ഇങ്ങനെ കുറേ കാറ്റഗറി ഉണ്ടാവും. പക്ഷേ ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ, ഈ 15 ലക്ഷത്തോളം ആൾക്കാർ ഒരേ രീതിയിൽ പ്ലാൻ ചെയ്യുമ്പം അവരൊരിക്കലും ജീവിതത്തിൽ തോന്നുന്നില്ല. കാരണം പ്രിലിമിനറി കിട്ടിയ 4 ലക്ഷം പേര് അതോടെ നിർത്തുന്നില്ല. ചില ആൾക്കാർ അടുത്ത വർഷം എഴുതും. അല്ലെങ്കിൽ അവർക്ക് ആ സമയത്ത് മറ്റുള്ള എക്സാമിനേഷൻ, അതായത് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ആയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ഏതെങ്കിലും വിധത്തിലുള്ള തൊഴിൽപരമായിട്ടുള്ളത് എൻട്രൻസിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞ് അതിൽ എവിടെയെങ്കിലുമൊക്കെ അവർക്ക് ഈസി ആയിട്ട് കയറിപ്പോകാം. കാരണം ഈ നമ്മൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് താഴെയുള്ള കുന്നൊന്നും വലിയ കാര്യമല്ല. അപ്പോൾ അവിടെ നമ്മൾ അത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഇവരെ ഒരു ലക്ഷ്യത്തിലോട്ട് കൊണ്ടെത്തിക്കുക. അപ്പോൾ 7th സ്റ്റാൻഡേർഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും 8-ലോ 9-ലൊക്കെ എത്തുമ്പോൾ കുറച്ചുകൂടെ മെച്യൂരിറ്റി കിട്ടും. 9ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ചിലർ പറയും എനിക്ക് സിവിൽ സർവീസിനെക്കാട്ടിയും കുറച്ചുകൂടെ നല്ലത് NDAക്ക് പോകണമെന്നാണ്. NDA. അപ്പോൾ അതിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഇത് തന്നെയാണ്.
കാരണം NDA കണ്ടെത്തി. അതുപോലെ തന്നെ +1 10th കഴിയുമ്പോഴത്തേക്ക് ഇനി +1 എന്താണ് എടുക്കേണ്ടത്, ഏത് കോഴ്സാണ്. അപ്പോൾ ചിലർ പറയും എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഒരു കാര്യമുണ്ട് എനിക്ക് ഫിസിക്സ് ഒന്നും ഇഷ്ടമല്ല. അപ്പം മാത്സ് ഇഷ്ടമാണെങ്കിൽ അവർക്ക് എന്താണ്, എനിക്ക് സയൻസ് പരമായിട്ടുള്ളൊന്നും അല്ല കൂടുതൽ ഇഷ്ടം, ഈ അക്കൗണ്ട്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അപ്പോൾ അവരെ അങ്ങോട്ട് തിരിച്ചു വിടാം. അവർക്ക് അതിനകത്ത് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയുള്ള പവർ പോലും നമ്മൾ കൊടുക്കുന്നു. അവരെ മോൾഡ് ചെയ്ത് അത്രത്തോളം ഇൻട്രസ്റ്റോടുകൂടി അവരിൽ മോൾഡ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പം ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ പോകുന്നു. കൺഫ്യൂഷൻ ഇല്ലാതെ പോകുമ്പോഴത്തേക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഈ പറയുന്ന ടീച്ചേഴ്സിൻ്റെ ചില ടീച്ചേഴ്സിൻ്റെ മാനസികമായിട്ടുള്ളൊരു സപ്പോർട്ട് ഇവർക്കുണ്ടാവും. ആ ടീച്ചേഴ്സിന് പോലും ഇവരെ പഠിപ്പിക്കാനും മുമ്പോട്ട് കുറേ കാരണം ഇവർക്ക് ഗോൾ ഉള്ളതുകൊണ്ട് അവർ അവിടെയും അറ്റൻഷൻ കൊടുക്കും. എക്സ്റ്റേണൽ ആയിട്ടുള്ള മറ്റുള്ള രീതിയിലുള്ള ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ചെയ്യാനോ ഒക്കെ ഉള്ള അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. അവർ ഗോൾ സെറ്റ് ചെയ്യുന്ന ആൾക്കാരെ പെട്ടെന്ന് പഠിപ്പിച്ചെടുക്കാനൊക്കെ ടീച്ചേഴ്സിനും ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ പറയുന്ന കമ്മ്യൂണിറ്റികൾ, അതായത് സൊസൈറ്റികളും അങ്ങനെയുള്ള കോപ്പറേറ്റീവ് മറ്റുള്ള സൊസൈറ്റികൾ, സോഷ്യൽ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള എന്ത് സൊസൈറ്റികളും ട്രസ്റ്റുകളും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് ഓരോ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തിട്ട് അവരുടെ മതവും ജാതിയും വളർത്താൻ നോക്കാതെ ശ്രമിക്കാതെ ഇങ്ങനെയുള്ള രീതിയിൽ അവർക്കൊരു ഗോൾ സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ക്രൈംസും അതേപോലെ തന്നെ ചിന്താഗതികളും മാറി ഈ കൊലപാതകവും അതേ ഡ്രഗ്സിൻ്റെയൊക്കെ പിടിയിൽ നിന്നും ഒരു പരിധിവരെ മാറാൻ പറ്റുമെന്നും അവരെ മാറ്റാൻ പറ്റുമെന്നും നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക. ആ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിനു വേണ്ടിയുള്ള സപ്പോർട്ട് ചെയ്തു കൊടുക്കുക. അപ്പോൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് മുമ്പോട്ട് പോകാം. പിന്നെ ഒരു പ്രത്യേകിച്ച് അടുത്തുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അത് സ്വന്തമായിട്ടും ട്രസ്റ്റോ സൊസൈറ്റിയൊക്കെ ഉള്ളതും കുടുംബ ട്രസ്റ്റൊക്കെ ഉള്ളവർക്ക് അവരുടെ തന്നെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാം. അതേപോലെ തന്നെ അതല്ല പുതിയതായിട്ട് തുടങ്ങാനുള്ളതാണെങ്കിൽ പുതിയതായിട്ട് തുടങ്ങാം. ഇവർക്ക് വേണ്ടിയുള്ള എല്ലാ ഗൈഡൻസുകളും ഒരു പരിധി വരെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൽ പൂർണ്ണമായിട്ടും താല്പര്യമുള്ളവരെല്ലാം ഒന്ന് ബന്ധപ്പെടുക. പിന്നെ എന്തെങ്കിലും ഈ പറയുന്ന സൊസൈറ്റിയും ട്രസ്റ്റും ഒക്കെ ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുമ്പം അവർക്ക് ആക്ടിവിറ്റീസിലോട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു എന്തെങ്കിലും ഒരു സംശയങ്ങളായിട്ട് വരികയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പല ആൾക്കാരും ഉണ്ട്, ചുറ്റുപാടുമുള്ള ആൾക്കാരെല്ലാം കുറേ ആൾക്കാർക്ക് ആശയങ്ങളുള്ളതുകൊണ്ട് ആശയങ്ങൾ നല്ലതെല്ലാം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, നമുക്ക് എടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ സർക്കാർപരമായിട്ടുള്ള ഒരു സപ്പോർട്ട് എവിടെന്നെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ സർക്കാരിൻ്റെ ഓഫീസേഴ്സിൽ നല്ല ആൾക്കാരുണ്ട്, അവരും സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളിൽ 100% എല്ലാവരും ഒന്നും അങ്ങോട്ട് പോകുന്നില്ലെങ്കിൽ ഒരു 5-10% ആൾക്കാരെങ്കിലും ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിനും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെല്ലാം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എപ്പോഴും കൂടെ ഉണ്ടാവും എന്നുള്ളതും നമ്മൾ മനസ്സിൽ കാണുക. അല്ലാതെ പരസ്പരം നമ്മൾ ആരെയും പഴിചാരിയിട്ടും ഒന്നും കാര്യമില്ല. നമ്മളായിട്ട് ചെയ്യാൻ പോകുന്നതെല്ലാം ചെയ്യുക. പിന്നെ ഇതിനെല്ലാം ഒരു തിരക്കിലാണ് എന്നുള്ളൊരു വാക്ക് പറയരുത്. കാരണം തിരക്കല്ല, തിരക്കെന്നുള്ളൊരു വാക്കേ ഇല്ല. കാരണം ഒരു സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അസ്തമിക്കുന്നവരെയുള്ള സമയങ്ങളും അല്ലെങ്കിൽ ഒരു ദിവസം മൊത്തം 24 hours നമുക്കൊന്നും കൂട്ടാൻ പറ്റത്തില്ല. പക്ഷെ തിരക്കിലാണെന്ന് പറയുന്നതെല്ലാം അതെല്ലാം വെറുതെ ഉള്ള ഇതാണ്. നമുക്ക് പ്രയോറിറ്റി എന്ന് പറയുക, അതായത് മുൻഗണന മാത്രമേ ഉള്ളൂ. തിരക്കുന്നൊരു സംഭവമേ ഇല്ല. കാരണം മുൻഗണന എന്താണോ കൊടുക്കുന്നത് ആ മുൻഗണനയ്ക്കാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ആക്ടിവിറ്റീസിൽ നിങ്ങളുടെ ഡെയിലി റൂട്ടീൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ഈ പേരൻസ് ചെയ്യുന്നത് ജോലിക്ക് പോകാനും ഒക്കെ ചെയ്യുന്നതനുസരിച്ച് കുട്ടികളുടെ ഈ രീതിയിൽ ഒരു 1-2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്യുക. അങ്ങനെ അവരെ ഒന്ന് ടേൺ ചെയ്യുകയാണെങ്കിൽ അവർ സെൽഫ് റിലയൻസ് ആവും, അതേപോലെ മെച്യൂർഡ് ആവും. അതേപോലെ തന്നെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും അവർ പേരൻസുമായിട്ട് ഡിസ്കസ് ചെയ്യും. വളരെ ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അവരെ 24 hours പോയിരുന്ന് പടി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. വെറും 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള കുറേ ആൾക്കാർ ഈ എറണാകുളത്തുമൊക്കെ വന്നിട്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർ പഠിക്കുന്ന കോഴ്സിനെ കുറിച്ച് പോലും അവർക്ക് ബോധമില്ല എന്താണെന്ന്. കാരണം അവർ ഈ നേരത്തെ പറഞ്ഞ ഇമാജിനറി വേൾഡ് ജീവിക്കുന്നുണ്ട്. എവിടുന്നെങ്കിലും ഒരു കോള് കിട്ടിക്കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഉള്ള ഫീസും എവിടുന്നെങ്കിലുമൊക്കെ ഒപ്പിച്ചുകൊണ്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുക. ഇവിടെ ഇരുന്നുള്ള രീതിയിൽ അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലല്ല, ഇത് കഴിഞ്ഞ് കോഴ്സ് എന്താണെന്ന് പോലും അവർ അറിയുന്നില്ല. ആ കോഴ്സ് കൊണ്ട് എന്ത് ബെനിഫിറ്റാണ്, ഏത് അക്രഡിറ്റേഷനാണ്, അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിലൊക്കെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള കൗൺസിലിങ്ങും അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒന്നും ആരും കൊടുക്കുന്നുമില്ല. അവർ ചുമ്മാ ഫീസ് അടയ്ക്കുന്നു, യൂണിഫോമൊക്കെ ഇട്ടിട്ട് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ചില ആൾക്കാർക്ക് ജോലി കിട്ടും, ഒരു 1% ആൾക്കാർക്ക് ജോലി കിട്ടും. ബാക്കി 99% ആൾക്കാരും ഇതിൽ നിന്ന് മാറി വ്യത്യസ്തമായിട്ടുള്ള വേറെങ്കിലും പോകും. ആ പോകുന്ന സമയത്ത് ഇവരെല്ലാവരും ഈ പറയുന്ന ഒരു ഇടിച്ചു നിൽക്കുന്നതുകൊണ്ടും ഇമാജിനറി വേൾഡിൽ നിൽക്കുന്നതുകൊണ്ടും ഈ ഡ്രഗ്സിലും
അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലും ക്രൈംസിലും എല്ലാം അവരുടെ ബ്രെയിൻ വാഷ് ചെയ്ത് അത് കൊണ്ടെത്തിക്കുന്നു. അങ്ങനെ ഉണ്ടാവാതെ അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു വിവേകം അവരുടെ മനസ്സിലും അവരുടെ ബ്രെയിനിലും നമ്മളായിട്ട് കാണിച്ചു കൊടുക്കുക. അങ്ങനെ അതിനു വേണ്ടിയാണ് ഈ 7th സ്റ്റാൻഡേർഡ് മുതൽ എന്ന് പറയുന്നത്. അതിൽ 10th ആവാം, +1 ആവാം, +2 ആവാം, ഈവൻ ഗ്രാജുവേഷൻ പോലും ആവാം. കാരണം ബിടെക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിയുന്നവർക്ക് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ല. അപ്പം മൈക്രോബയോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിൽ MSc എടുത്ത ഒരാൾക്ക് വേറൊരു കോഴ്സുണ്ട്, അതിന് സർട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ക്വാളിറ്റി കൺട്രോളറായിട്ട് പോകാൻ പറ്റും എന്നുള്ളത് അവർക്ക് അറിയില്ല. കാരണം അവരറിയുന്നില്ല. അപ്പോൾ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് പോലും അവരെ പഠിപ്പിച്ചിട്ടുള്ള പ്രൊഫസേഴ്സോ ടീച്ചേഴ്സോ ഒന്നും അവർക്ക് വേണ്ടി ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെ ഒരു ലോജിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പലയിടത്തും പോയി ഓരോരുത്തർ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് അവരെന്തുപോലും ട്രിവാൻഡ്രത്ത് ഒരു വലിയ പോർട്ട് വരുന്നുണ്ട്, ആ കോഴ്സിൽ അവിടുത്തെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ ഒന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ആ ഫാക്കൽറ്റീസ് പോലും, അത് മന്ത്ലി സാലറി മേടിക്കുന്നു അല്ലെങ്കിൽ ഓണറേറിയം മേടിക്കുന്ന ആൾക്കാർ പോലും ഇവരെ ഒന്ന് ഗൈഡ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്താണ് അവരുടെ കോഴ്സിന്റെ ബെനിഫിറ്റ്, എവിടെയാണ് ജോലി കിട്ടേണ്ടതെന്നുള്ളത് അവർക്ക് കിട്ടുമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ പേരൻസും അതേപോലെ തന്നെ വെൽവിഷേഴ്സും കുറച്ച് ടീച്ചേഴ്സും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കാൻ പറ്റുന്നവരെല്ലാവരും കൂടെ ചേർന്ന്, അതേപോലെ NGOസിൻ്റെ, അതായത് നമ്മൾ സൊസൈറ്റി ട്രസ്റ്റും ഒക്കെ നടത്തുന്ന ഭാരവാഹികളും എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിച്ച് നമുക്ക് ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ളത്, അതായത് 7th സ്റ്റാൻഡേർഡ് മുതലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് അവിടെ യാതൊരു കാരണവശാലും നിങ്ങൾ സംസ്കാരം വിട്ടിട്ടുള്ള മതം, ജാതി അതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. ഇവരുടെ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം. ആ ഗോൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഇമ്പോർട്ടൻസ് അവരുടെ ജാതിയും മതമൊന്നും അല്ലാത്ത രീതിയിൽ, ഇപ്പോൾ ഈവൻ ഒരു നാളെ ഒരു സുപ്രഭാതത്തിൽ അവർക്ക് ഈ പറയുന്ന റിസർവേഷനൊന്നും ഇല്ലെങ്കിൽ പോലും അവരുടെ കോൺഫിഡൻസും അവരുടെ സ്കില്ലും ഡെവലപ്പ് ചെയ്തതനുസരിച്ച് എവിടെയെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ടെങ്കിൽ അങ്ങനെ കയറിപ്പോണം. കാരണം അത് ഒരാളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ ഒരു സംവരണം കൊണ്ട് മാത്രമേ ഞാൻ നിലനിൽക്കത്തുള്ളൂ എന്നുള്ളതൊന്നും വേണ്ട. കാരണം അവരായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മെച്യൂരിറ്റി ഉണ്ടാവും. ഏതെങ്കിലും കാരണവശാൽ ഒന്നല്ലെങ്കിൽ അടുത്ത ഓപ്ഷനിലേക്ക് തിരിച്ചു പോകാൻ പറ്റും എന്നുള്ളത് അവർ മനസ്സിൽ ഉറപ്പിക്കും. അല്ലാതെ ഈ പറയുന്ന ഡ്രഗ്സിലും പിന്നെ കൊലപാതകമായിട്ടുള്ള അങ്ങനെയുള്ള രീതിയിലുള്ള ക്രൈംസിലും ഒന്നും അവർ ഇടപെടാനുള്ള സാധ്യതകൾ കുറയും. അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് ഇതിനു വേണ്ടി ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ വിരലെണ്ണാവുന്ന പെർസെൻറ്റേജ് എങ്കിലും കുട്ടികളെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പൂർണ്ണമായിട്ടുള്ള എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് പല സംഘടനകൾക്കും വേണ്ടി, അതായത് കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടുള്ള, അപ്പോൾ SC/STക്ക് വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പ്, കുടുംബി സമുദായത്തിലുള്ള ഒരു ഗ്രൂപ്പിന് വേണ്ടിയും, അതേപോലെ തന്നെ മറ്റേ അഹ്ലുൽ ബൈത്ത്, അതായത് ജമാഅത്ത്, അവർക്ക് വേണ്ടിയുള്ള ഇതും, പിന്നെ അങ്ങനെയുള്ള മനുഷ്യാവകാശ സംരക്ഷണ സംഘടന, അതേപോലെ തന്നെ പുനർജീവൻ സേവാശ്രമം, പിന്നെ അങ്ങനെ ബാലഗ്രാമം, അങ്ങനെയുള്ള ട്രസ്റ്റുകളും സൊസൈറ്റികളും മറ്റുള്ള രീതിയിലുള്ള ആളുകൾക്കും എല്ലാം ഞാൻ ഗൈഡൻസ് കൊടുക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ ഒരു സിവിൽ സർവീസിൻ്റെ അക്കാഡമി തുടങ്ങുക. പക്ഷേ സിവിൽ സർവീസ് എല്ലാവർക്കും കിട്ടത്തില്ല. സിവിൽ സർവീസിൻ്റെ അക്കാഡമി തുടങ്ങുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ വലിയ ഫീസൊന്നും മേടിക്കരുത്. കാരണം ഇവർക്കൊന്നും സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് മുക്കാൽ ഭാഗവും. ഈ പറയുന്ന ക്രൈംസും എല്ലാം ഇടപെടുന്നിടത്ത് നോക്കിയാൽ മതി, അവരൊന്നും കോടീശ്വരന്മാരല്ല, അവരെല്ലാം സാമ്പത്തികമായിട്ട് പിന്നോക്ക അവസ്ഥയില്ല. അപ്പോൾ അതിന് വേണ്ടി ഒരു ഓണറേറിയം എന്തെങ്കിലും ആരെങ്കിലും ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കാനും ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ, പണ്ട് നമ്മുടെ സേവാഭാരതിക്കൊക്കെ ഒരു ഇതുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു അക്കാഡമി ഉണ്ടായിരുന്നു. അതിപ്പം അത്രയൊന്നും പ്രവർത്തിക്കുന്നില്ലെങ്കിലും നാഷണൽ ബേസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് തുടങ്ങുമ്പോഴത്തേക്ക് എൻ്റെയും ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള എന്തുകൊണ്ട് അത് തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ആൾക്കാരെല്ലാം ഒരേ രീതിയിൽ ചിന്തിച്ച് വരുമെന്നും അറ്റ്ലീസ്റ്റ് ചെറിയ പെർസെൻറ്റേജിലുള്ള ആൾക്കാരെങ്കിലും അതിൽ സക്സസ് ആവും. ബാക്കിയുള്ളവർ പ്രൊഫഷനുമായിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടോ മറ്റുള്ള രീതിയിൽ തിരിഞ്ഞു പോവുകയും അവരൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോവുകയും ലൈഫിൽ അവർ ഫെയിലിയർ ആവുന്നില്ല എന്നുള്ളത് നമുക്ക് കാണുകയും അതിൽ നമുക്കൊരു ആനന്ദം കണ്ടെത്താനും സാധിക്കുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇതിൻ്റെ അകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും കാരണവശാൽ ഗൈഡൻസോ അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങൾ പരസ്പരം കൈമാറുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്യാം, കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ട് മീറ്റ് ചെയ്യാം. അതിന് വേണ്ടിയുള്ള ഒരു ചാരിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ആ ചാരിറ്റി എപ്പോഴും നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയൊരു ഇൻകം ഒക്കെ വേണ്ടി വരും. പല ആൾക്കാരും പല പ്രൊഫസേഴ്സ് വന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ചിലർ പറയും ഞങ്ങൾക്ക് അങ്ങനെയൊന്നും വേണ്ട, ഒരു ട്രാവലിംഗ് എക്സ്പെൻസ് തന്നാൽ മതി എന്നൊക്കെ പറയും. കാരണം അവർ ഡെഡിക്കേറ്റഡ് ആണ്. കുറേ ആൾക്കാർ, കുറേ ടീച്ചേഴ്സൊക്കെ ഡെഡിക്കേറ്റഡ് ആണ്. അങ്ങനെയുള്ള ആൾക്കാർ വരുന്നവരെ നമുക്ക് റിസീവ് ചെയ്യാം, അവരൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഈ ഒരു സംരംഭം മുമ്പോട്ട് വരുന്ന സമയത്ത് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യുമോ, ഇവർ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുമെന്നുള്ളത് വിശ്വസിക്കുന്നു. താങ്ക് യു.